So, if you are a photographer, you can use an editing application Lightroom mobile. I use this application use Lightroom app secret hidden tricks. So that's what we will video. And these tricks our editing process significantly fast and efficient help tricks. So, if you are Austin, this channel is photography and filmmaking related content. If you channel subscribe to channel subscribe the bell button press videos upload notification. So, delay video. So, in my opinion, we photo editing process start with white balance fix. We have a photo or video, we must camera proper white balance set. In case you have white balance or custom white balance set, it's over here. We have a raw photo. We have editing process, we have white balance fix option. And how do you do that? We just temperature slider, we white balance fix here. Actually, we have Lightroom option. See, we have image select Lightroom and proper white balance set option. That's why we just color picker select and that's why we image white part, the most bright part select automatically Lightroom white balance set. Another trick is we editing last process vignetting. That is, we image subject audience attention vignetting add. So, vignetting add midpoint and feather options. This usually midpoint adjust feather option but accurate change so that's midpoint slider swipe. Actually, we have a midpoint visually. That's why we feather 2 finger swipe. We have feathering amount. So, that's why we have two options accurate set. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ഓവർ ഷാർപ്പൻഡ് ഇമേജസ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഓവർ ഷാർപ്പൻഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കണ്ടാൽ തന്നെ അറിയാം ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഗിനർ ആണ്. സോ ടു അവോയ്ഡ് ദാറ്റ് നമുക്ക് ലൈറ്റ്റൂമിനകത്ത് ചെറിയൊരു ഹിഡൻ ടൂൾ വരുന്നുണ്ട് ആൻഡ് അതിൻ്റെ പേരാണ് മാസ്കിങ്. നമ്മൾ യൂഷ്വലി ഷാർപ്നെസ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 50 to 70% നമ്മൾ ഷാർപ്നെസ് ആഡ് ചെയ്യുക. ആൻഡ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ 2 ഫിംഗർ സ്വൈപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആ ഒരു മാസ്കിങ്ങിൻ്റെ ആ ഒരു സ്ലൈഡിൽ നമ്മൾ 2 വിരലുകൊണ്ട് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊത്തം ബ്ലാക്ക് ആവും ആൻഡ് ഷാർപ്നെസ് ആഡ് ആവുന്ന ഭാഗത്ത് മാത്രം നമുക്ക് ആ ഒരു white lines നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മാസ്കിങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സബ്ജക്ട്സിൻ്റെ ഔട്ടർ ലൈനിൽ മാത്രം അല്ലെങ്കിൽ ബോർഡറുകളിൽ മാത്രം നമുക്ക് ഷാർപ്നെസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതേപോലെ നമുക്ക് പ്രോപ്പറായിട്ട് ഷാർപ്നെസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ നമുക്കൊന്നുകൂടി ക്രിസ്പ് ആക്കാനായിട്ട് പറ്റും. അടുത്തൊരു സംഭവമാണ് ടാർഗറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സെഷനാണ് നമ്മുടെ ലൈറ്റ് റൂമിൽ ആ ഒരു കളർ മിക്സ് എന്ന് പറയുന്ന ആ ഒരു ടേബിൾ. നമ്മൾ കളർ മിക്സിലോട്ട് പോയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇമേജിലെ ഓരോ ഇൻഡിവിജ്വൽ കളേഴ്സും നമുക്ക് ഹ്യൂ, സാച്ചുറേഷൻ ആൻഡ് ലൂമിനൻസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആൻഡ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് ടാർഗറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു മാർക്കർ നമ്മൾ സെലക്ട് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഹ്യൂ ആണോ, സാച്ചുറേഷൻ ആണോ ഓർ ലൂമിനൻസ് ആണോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഏത് പാർട്ടിലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ജസ്റ്റ് മുകളിലോട്ടും താഴോട്ടും ആയിട്ട് സ്വൈപ്പ് ചെയ്യുക. മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് കൂട്ടാനും താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂസ് നമുക്ക് കുറയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി നമ്മുടെ എഡിറ്റ്സ് നമ്മളിങ്ങനെ വരുത്താറ് നമ്മൾ ഓരോ സ്ലൈഡറും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റിയാണ് ചെയ്യാറ്. ബട്ട് അറ്റ് സർട്ടൻ പോയിന്റ്സ് നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് വരുത്തേണ്ടി വരും. മേ ബി ഒരു 1 point or 2 point. ആൻഡ് അത് നമ്മളിങ്ങനെ സൂം ചെയ്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മേ ബി ഒരു 2 point അങ്ങോട്ടോ അല്ലെങ്കിൽ 2 point ഇങ്ങോട്ടോ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് മിക്കവാറും സമയത്ത് ഉണ്ടാവുന്നത്. സോ ടു അവോയ്ഡ് ദാറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ലൈഡേഴ്സിൻ്റെ ഏത് സൈഡിൽ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ മൈന്യൂട്ട് പോയിന്റ്സ് വെച്ചായിരിക്കും ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുന്നത്. സോ ഇതേപോലെ നമുക്ക് ഭയങ്കര അക്യൂറേറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വരുത്തിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് 1 by 1 റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ടാബിൻ്റെ ആ ഒരു സർക്കിളിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതിൽ ഏതൊക്കെ ട്രിക്സ് നിങ്ങൾക്ക് മുമ്പ് അറിയായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ്റൂമിലെ ഓരോ ടൂൾസിനെയും ഓരോ സെഷൻസിനെയും പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ, പീസ്.